വിശദമായി നോക്കാം. ചുരുളഴിക്കാൻ അന്വേഷണ സംഘം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തെളിവെടുപ്പ് ഉടൻ. നാളെ തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. പ്രതിയെ എത്തിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം ലഭിച്ചു. അതിനിടെ നേരത്തെ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യം നീക്കാൻ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി പ്രതി ഷാറൂഖ് സേഫിയെ ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. ഐജിമാരായ രാജ്പാൽ മീണ, നീരജ് കുമാർ ഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഇതുവരെ നടത്തിയതിന്റെ ഒരു പുരോഗതി നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ? നാളെ തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോവുകയാണല്ലേ? ആര്യ, മൂന്നാം ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം തുടർച്ചയായ മൂന്നാം ദിവസമാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്നത്തെയും ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്. ഐജിമാരായ രാജ്പാൽ മീണ, നീരജ് കുമാർ ഗുപ്ത ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഒരു വിവരങ്ങളും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഈ പ്രതി നേരത്തെ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പ്രതിയെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വ്യക്തമായ സൂചന നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ സംഘം ഇന്ന് എയർ ക്യാമ്പിലെത്തി പരിശോധന നടത്തിയിരുന്നു. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയെ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ അത്തരത്തിലൊരു വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് ഷൊർണൂരിലും എലത്തൂരിലും കണ്ണൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിമാർക്ക് കർശനമായി തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശം പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. ആര്യ, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫിയുടെ ചോദ്യം ചെയ്യൽ അത് മൂന്നാം ദിവസവും പുരോഗമിക്കുകയാണ്. അതേസമയം തെളിവെടുപ്പ് നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ള പുതിയ വിവരമാണ് ലഭിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേസിൽ രാഷ്ട്രീയമാണോ തീവ്രവാദമാണോ എന്നതടക്കം എല്ലാ സാധ്യതകളും അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളത്. ഗുജറാത്തിലും കർണാടകയിലുമെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേസിന്റെ പ്രാഥമികമായ അന്വേഷണവും ഫൈൻഡിങ്ങും വരണം. ഞങ്ങൾ ഇതിനകത്ത് വല്ല രാഷ്ട്രീയം കലർത്തിയോ? രാഷ്ട്രീയം കലർന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല. ഒരു പോലീസിനെതിരെയോ ഗവൺമെന്റിനെതിരെയോ ഒരു അക്ഷരം ഞങ്ങളാരും പറഞ്ഞില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു സംഭവം നടക്കുന്നതിന്റെ പിന്നരയിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാനസിക നില തകരാറായതുകൊണ്ട് ചെയ്തതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രീം ഔട്ട്ഫിറ്റുകൾ ഇതിന്റെ പുറകിലുണ്ടോ? നമ്മൾ അറിയട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ. ഇവരല്ലെങ്കിലും വേറെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. വിവിധ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരാൾ ഡൽഹിയിൽ നിന്ന് കാണാതാവുന്നു, അയാൾ ഇവിടെ വരുന്നു, ആ ട്രെയിനിൽ കയറുന്നു, പെട്രോൾ മേടിക്കുന്നു, ആളുകളുടെ മീതയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, എന്നിട്ട് അയാൾ ചുമ്മാ രക്ഷപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോഴാണല്ലോ ദുരൂഹത വരുന്നത്. ആ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എസ്എഫ്ഐയിലും ഭാരവാഹി തർക്കം. എസ്എഫ്ഐ ഹരിപ്പാട് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ഇറങ്ങിപ്പോയി. ഭാരവാഹിത്വം തീരുമാനിക്കുന്നതിലെ തർക്കത്തെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന സെക്രട്ടറി PM അർഷോ നേരിട്ട് പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോക്ക്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, CPM-ന് പല വിധത്തിലുള്ള തലവേദനയാണ് ആലപ്പുഴയിൽ ഉള്ളത്. ഇപ്പോൾ SFIയിലും തർക്കം രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, പാർട്ടി തലത്തിൽ, അതായത് CPM തലത്തിലെ വിഭാഗീയത ആലപ്പുഴയിൽ SFIയിലേക്കും, അതായത് യുവജന സംഘടനകളിലേക്കും വിദ്യാർത്ഥി സംഘടനകളിലേക്കും വ്യാപിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ആലപ്പുഴ ഹരിപ്പാട് സമ്മേളനത്തിലുള്ളത്. ഇന്ന് ഹരിപ്പാട് SFI ഏരിയ സമ്മേളനം കൂടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടിക്ക് ഏരിയ കമ്മിറ്റി തന്നെ കൂടി തർക്കം പരിഹരിക്കേണ്ട ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ രണ്ട് പേരുകളാണ് SFI ഹരിപ്പാട് ഏരിയ സെക്രട്ടറി പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കുന്നതിനായി സമവായത്തിലൂടെ കണ്ടെത്തിയത്. അത് SFIയുടെ ഏരിയ സെക്രട്ടറിയായി അനില രാജുവിന്റെ പേരും ഒപ്പം തന്നെ പ്രസിഡന്റായി അഭിജിത്തിന്റെ പേരുമാണ് തീരുമാനിച്ചത്. എന്നാൽ അനില രാജുവിനെയും അഭിജിത്ത് എന്നിവരെ സെക്രട്ടറിയും പ്രസിഡന്റുമായി തീരുമാനിക്കുകയും പ്രസിഡന്റും അത് അംഗീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ്
ഒരു വിഭാഗം, അതായത് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അനില രാജു അടക്കമുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. SFI സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ഒരു സമ്മേളനത്തിലാണ് ഇത്തരം ഒരു ഇറങ്ങിപ്പോക്ക് എന്നുള്ളതാണ് ശ്രദ്ധേയം. അനില രാജുവിനോടൊപ്പം തന്നെ അരുൺ എന്നയാളെ കൂടി, അരുൺ എന്ന പ്രതിനിധിയെ കൂടി SFIയുടെ ഏരിയ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അരുണ് TKM കോളേജിലെ കോളേജ് യൂണിയൻ ഭാരവാഹിയാണ്. മുൻ അരുണിനെ ഏരിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് 25ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിൽ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സമ്മേളനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ CPMലെ വിഭാഗീയത അത് വിദ്യാർത്ഥി സംഘടനയിലേക്കും പടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ പുതിയ രാഷ്ട്രീയ നീക്കവുമായി BJP. ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബിഷപ്പുമാരെ BJP നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ അടുക്കുകയെന്ന ലക്ഷ്യമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. അതേസമയം BJPയുടെ ഈസ്റ്റർ ദിന സന്ദർശനം തട്ടിപ്പാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ന്യൂനപക്ഷ മേഖലകളിൽ കടന്നുകയറാനാവാത്തതാണ് കേരളത്തിലെ വെല്ലുവിളിയെന്ന് BJP നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഇതിനായി ആസൂത്രണം ചെയ്ത തന്ത്രങ്ങളൊന്നും വിജയം കണ്ടില്ല. എന്നാൽ അടുത്തിടെ കത്തോലിക്ക സഭയുടെ ഭാഗമായ ബിഷപ്പുമാർ വരെ BJP അനുകൂല നിലപാട് പരസ്യമാക്കി. ഈ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നീക്കം. സഭാ നേതൃത്വത്തിലുള്ളവരെ തുടർച്ചയായി സന്ദർശിച്ച് ബന്ധം ശക്തിപ്പെടുത്തുകയാണ് BJPയുടെ തന്ത്രം. ഈസ്റ്റർ ദിനത്തിൽ ബിഷപ്പുമാരെ സന്ദർശിക്കാൻ മുതിർന്ന നേതാക്കൾക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. BJPയുമായി അകലം പാലിക്കുന്ന ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനെത്തിയത് കേന്ദ്രമന്ത്രി V. മുരളീധരനാണ്. വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പ് തോമസ് J. നെറ്റോയെ സന്ദർശിച്ച മുരളീധരൻ സന്ദർശനത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം നിഷേധിച്ചു. ഒരു വളരെ സാധാരണമായിട്ടൊരു സൗഹൃദ സന്ദർശനം, അതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യമില്ല. താമരശ്ശേരി ബിഷപ്പിനെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സന്ദർശിച്ചത് ഇന്നലെയാണ്. പിന്നാലെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈസ്റ്റർ ആശംസ നേരാൻ നേരിട്ടെത്തി K. സുരേന്ദ്രൻ. വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഹൃദയസ്പർശിയായിട്ടുള്ള സ്വീകരണമാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. നേരത്തെ BJP അനുകൂല പ്രസ്താവന നടത്തിയ തലശ്ശേരി ബിഷപ്പിനെ സന്ദർശിച്ചത് മുൻ അധ്യക്ഷൻ P.K. കൃഷ്ണദാസാണ്. സന്ദർശനത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം കൃഷ്ണദാസ് മറച്ചുവെച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെയും BJP നേതാക്കൾ നേരിട്ടെത്തി കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് BJPയുടെ ലക്ഷ്യം. കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യതാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ പിന്തുണ ഉറപ്പാക്കുകയാണ് ശ്രമം. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി BJPയുടെ ദേശീയ നേതാക്കൾ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ സന്ദർശന പരിപാടികളിലും ന്യൂനപക്ഷ ബന്ധം ശക്തമാക്കൽ പ്രധാന അജണ്ടയാണ്. അതേസമയം BJP ഈസ്റ്റർ ദിനത്തിൽ നടത്തുന്ന നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു. BJPയുടെ സന്ദർശന പരിപാടികൾ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവും K. സുധാകരനും ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ചു. ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ആദ്യമായാണ് ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ നരേന്ദ്രമോദി എത്തുന്നത്. പ്രധാനമന്ത്രിയെ വൈദികർ ചേർന്ന് സ്വീകരിച്ചു. സന്ദർശനം 20 മിനിറ്റ് നീണ്ടുനിന്നു. കഴിഞ്ഞ ക്രിസ്മസിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് കത്തീഡ്രലിൽ സന്ദർശനം നടത്തിയിരുന്നു. BJP അനുകൂല പ്രസ്താവനയുമായി കർദിനാൾ ജോർജ് ആലഞ്ചേരി രംഗത്തെത്തി. BJP ഭരണത്തിൽ രാജ്യത്തെ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണ്. പൂർണ്ണമായി BJP ആധിപത്യം വരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയാകുമെന്ന് തനിക്കറിയില്ലെന്നും ആലഞ്ചേരി പ്രതികരിച്ചു. നരേന്ദ്രമോദിയെയും കർദിനാൾ പുകഴ്ത്തി. കേരളത്തിലെങ്കിലും സംസ്ഥാനത്തിന് പുറത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതാണ് BJPക്കെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആയുധമാക്കാറ്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള ശ്രമങ്ങൾക്ക് BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നതും മറ്റു സംസ്ഥാനങ്ങളിലെ അക്രമ സംഭവങ്ങളാണ്. എന്നാൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നത് കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ്. ക്രിസ്ത്യൻസിന് ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും BJP ഭരണത്തിലില്ല. പക്ഷേ ദേവാലയങ്ങൾ ആർക്കും വിടുമോ? ആരെങ്കിലും ഒരു ആൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തു എന്ന് വേറൊരു ചോദ്യം ചെയ്താൽ ഞങ്ങൾ ചോദിക്കും. ഇൻസെക്യൂരിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ ചിലർ പറയുന്നുണ്ട് നമ്മുടെ പരിപൂർണമായിട്ട് ഒരു BJP ആധിപത്യം ഇന്ത്യയിൽ വന്നു പോയാൽ മൈനോറിറ്റീസിന് ഇൻസെക്യൂർ ആയിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. BJP ഭരണത്തിൽ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗം ആശങ്ക വച്ചു പുലർത്തുന്നു. പക്ഷേ ആ ആശങ്ക ജോർജ് ആലഞ്ചേരി തള്ളിയതിങ്ങനെ. മുസ്ലിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കും ഹൈന്ദവ ആധിപത്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തുരത്തുമെന്ന്. കാരണം
മുസ്ലിം ആധിപത്യമുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മറ്റുള്ളവരെ തുരത്തുക എന്നുള്ളതാണ്. ക്രൈസ്തവരെല്ലാം അവിടുന്ന് ഓടിച്ചുവിടുകയല്ല. ആ ശൈലിയിൽ അവരിവരെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടാവാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കർദിനാൾ വാനോളം പുകഴ്ത്തി. വിജയിച്ച രാഷ്ട്രീയ നേതാവാണ് മോഡി. രാജ്യത്തെ നല്ല നിലയിൽ നയിക്കാൻ മോഡിക്ക് കഴിയുന്നുവെന്നും ആലഞ്ചേരി പറഞ്ഞു. മോഡി ആസ് എ പേഴ്സൺ ഈസ് എ ഗുഡ് ലീഡർ. അദ്ദേഹം ആ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെയും അദ്ദേഹം ആരുമായിട്ടും ഏറ്റുമുട്ടലിന് പോയില്ലല്ലോ. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടലിന് പോയിട്ട് ജയിക്കാനല്ലല്ലോ നോക്കുന്നത്. നേതൃത്വപരമായിട്ടുള്ള പ്രാഗൽഭ്യം വളർത്തിയെടുത്തിട്ടല്ലേ വിജയിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാൻ BJP ശ്രമിക്കുമ്പോഴാണ് ജോർജ് ആലഞ്ചേരിയുടെ അനുകൂല നിലപാടെന്നതാണ് ശ്രദ്ധേയം. എന്നാൽ കർദിനാളുടെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് KCBCയുടെ പ്രതികരണം. ന്യൂസ് 18 തിരുവനന്തപുരം. BJPയുടേത് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾ സംഘപരിവാർ ആക്രമിക്കുകയാണ്. കർണാടകയിലെ BJP മന്ത്രി ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലണമെന്നാണ് പറഞ്ഞത്. ദേവാലയങ്ങൾ ആക്രമിക്കില്ല എന്ന് V മുരളീധരനോ സുരേന്ദ്രനോ ഉറപ്പുകൊടുക്കാൻ പറ്റുമോ എന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് ചോദിച്ചു. BJPയുടേത് വളരെ ഇരട്ടത്താപ്പാണ്. കാരണം രാജ്യത്തുടനീളം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുന്നത് സംഘപരിവാറാണ്. കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഇലക്ഷൻ നടക്കുന്ന കർണാടകത്തിലെ ഒരു മന്ത്രി പരസ്യമായി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഞങ്ങളെല്ലാം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതായത് ക്രൈസ്തവർ വീട്ടിലേക്ക് വന്നാൽ അവരെ ഓടിച്ചിട്ട് തല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ വരുന്നത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രൈസ്തവ ദേവാലയവും ഞങ്ങളുടെ നേതാക്കന്മാരോ ഞങ്ങളുടെ സംഘടനകളോ ആക്രമിക്കില്ല എന്ന് V മുരളീധരനോ K സുരേന്ദ്രനോ ഇവിടെ ഒരു ഉറപ്പ്, ആ പാവം കൃഷ്ണദാസനോ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. BJP നേതാക്കളുടെ ക്രൈസ്തവ ദേവാലയ സന്ദർശനം പ്രഹസനമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ MP. സംഘപരിവാരങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ തുടരുമ്പോൾ ഇത്തരം നാടകങ്ങൾ തെരഞ്ഞെടുപ്പ് സ്പെഷ്യലായി മാത്രമേ കാണാൻ സാധിക്കൂ. യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ദിനത്തെ BJPക്കാർ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന അജണ്ടയോടെ പ്രവർത്തിക്കുന്ന സംഘപരിവാരങ്ങൾക്ക് ഒരിക്കലും മറ്റ് ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും K സുധാകരൻ പറഞ്ഞു. പ്രത്യാശയുടെ തിരുനാൾ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്ററിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷയും പ്രാർത്ഥനയും നടന്നു. യുദ്ധത്തിന്റെ മഞ്ഞു മൂടിയ കാറ്റിനെയും മറ്റ് അനീതികളെയും മറികടക്കാൻ ദൈവത്തിലേക്ക് തിരിയണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. യുക്രൈനെയും അവിടുത്തെ ജനതയെയും രക്തസാക്ഷികളെന്നും മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. ശ്വാസകോശ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ശുശ്രൂഷകൾക്ക് മാത്രമാണ് നേതൃത്വം നൽകിയത്. ബസിലിക്കയ്ക്ക് പുറത്തുള്ള ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തില്ല. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉയിർപ്പ് തിരുനാൾ ചടങ്ങുകൾ നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെന്നറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കൊച്ചി കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കത്തീഡ്രലിൽ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. എറണാകുളം കുമ്പളം സെന്റ് മേരീസ് ദേവാലയത്തിലെ ഈസ്റ്റർ ദിന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജുബി ജോയ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി. ക്രിസ്തുദേവന്റെ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും നടന്നു. വയനാട്ടിലെ ദേവാലയങ്ങളിൽ വന്യമൃഗശല്യം കണക്കിലെടുത്ത് പാതിരാ കുർബാന ഒഴിവാക്കിയിരുന്നു. കോവിഡ് ഇടവേളയ്ക്ക് ശേഷമുള്ള ഈസ്റ്റർ ആഘോഷത്തിൽ നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തിയത്. കുർബാനകളിലും പ്രാർത്ഥന ശുശ്രൂഷകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് താമരശ്ശേരിയിലെ പരപ്പൻപൊയിലിൽ
ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടിന്റെ പേരിലെന്ന് പോലീസ് നിഗമനം. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഷാഫിക്ക് കോടികളുടെ ഇടപാടുകളുണ്ടെന്നും സൌദിയിൽ നിന്ന് കോടികളുടെ സ്വർണം തട്ടിയതുമായി ഇതിന് ബന്ധമുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചതോടെ ഉത്തരമേഖല ഡിഐജി പുട്ട വിമലാദിത്യ താമരശ്ശേരിയിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഡിഐജിയുടെ നേതൃത്വത്തിൽ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. രാജ്യത്ത് കടുവകളുടെ എണ്ണത്തിൽ വർധന. പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം 3167ആയി. പ്രൊജക്ട് ടൈഗർ 50ാം വാർഷികാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കണക്ക് പുറത്തുവിട്ടത്. ബന്ദിപ്പൂർ മുതുമല കടുവാ സങ്കേതങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് വർദ്ധിച്ചത് 200 കടുവകൾ. 2018 നടന്ന കടുവാ സെൻസസ് പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം 2967 ആയിരുന്നെങ്കിൽ പുതിയ കണക്കുകൾ പ്രകാരം അത് 3167. മൈസൂരുവിൽ നടന്ന പ്രൊജക്ട് ടൈഗർ 50ാം വാർഷികാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കടുവാ സെൻസസ് പുറത്തുവിട്ടത്. പ്രൊജക്ട് ടൈഗർ ലോകത്തിന് മുഴുവൻ അഭിമാനമെന്ന് പ്രധാനമന്ത്രി. टाइगर की संख्या का आंकड़ा हमने छुआ है, जो देखा है, हमारा ये परिवार का विस्तार हो रहा है, ये गौरवमय पल है. प्रोजेक्ट टाइगर को 50 वर्ष हो गए हैं. प्रोजेक्ट टाइगर की सफलता. രാവിലെ ബന്ദിപ്പൂർ മുതുമല കടുവാ സങ്കേതങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചു. 7:15 ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ബന്ദിപ്പൂരിലെ മേലുകുമാനഹള്ളിയിലെത്തിയത്. തുടർന്ന് കടുവാ സങ്കേതത്തിൽ 20 കിലോമീറ്റർ ജീപ്പ് സഫാരി. കറുത്ത തൊപ്പിയും കാക്കി പാന്റും ടീഷർട്ടുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വേഷം. ബന്ദിപ്പൂരിൽ നിന്നുള്ള ചിത്രങ്ങളും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പങ്കുവച്ചു. ബന്ദിപ്പൂർ സന്ദർശനത്തിന് ശേഷം മോദി എത്തിയത് മുതുമല കടുവാ സങ്കേതത്തിലെ തെപ്പക്കാട് ആന പരിപാലന കേന്ദ്രത്തിൽ. ആനകൾക്ക് കരിമ്പ് നൽകിയ പ്രധാനമന്ത്രി സങ്കേതത്തിലെ ജീവനക്കാരുമായി സംസാരിച്ചു. ഓസ്കർ പുരസ്കാരം നേടിയ ദ എലിഫന്റ് വിസ്പേഴ്സിലൂടെ ശ്രദ്ധേയരായ ബൊമ്മനെയും വെള്ളിയെയും പ്രധാനമന്ത്രി അനുമോദിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വീണ്ടും കൊമ്പുകോർത്ത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും. മുൻ BJP സർക്കാരിനെതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ഏകദിന ഉപവാസ സമരം നടത്തുമെന്ന് സച്ചിൻ പൈലറ്റ്. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചെങ്കിലും നടപടി ഉണ്ടാകാത്തതിനാലാണ് സമരമെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. എക്സൈസ് മാഫിയ, അനധികൃത ഖനനം, ഭൂമി കയ്യേറ്റം തുടങ്ങിയവ തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്നും സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. IPL പൂരം. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നാടകീയ ജയം. അവസാന ഓവറിൽ നേടിയത് 31 റൺസ്. അവസാന 5 പന്തും സിക്സർ പറത്തി റിങ്കു സിംഗ് രക്ഷകനായി. 205 റൺസ് വിജയലക്ഷ്യം മറികടന്നത് അവസാന പന്തിൽ. അവസാന ഓവറിൽ ജയിക്കാൻ കൊൽക്കത്തയ്ക്ക് വേണ്ടിയിരുന്നത് 29 റൺസ്. എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ് വിവരങ്ങളുമായി. എൽദോ, ഒരേ ഒരു ഓവർ 29 റൺസ്, അത് മറികടക്കുക, ജയം നേടുക എന്നുള്ളത് തീർത്തും അവിശ്വസനീയമായ കാര്യമാണ്. തീർത്തും നാടകീയമായ ഒരു വിജയം തന്നെയായിരുന്നു അല്ലേ? ആര്യ, തീർച്ചയായിട്ടും നാടകീയം, അവിശ്വസനീയം, ത്രസിപ്പിക്കുന്നു. ഏത് തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ റിങ്കു സിംഗ് കൊൽക്കത്തയെ ഒരു ആവേശകരമായ ജയത്തിലേക്ക് എത്തിച്ചു. ഏറെക്കുറെ മത്സരം കൈവിട്ടുപോയി, തോറ്റുപോയി എന്ന് കരുതിയ ഇടത്തു നിന്നാണ് റിങ്കു സിംഗ് കൊൽക്കത്തയ്ക്ക് ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കൊൽക്കത്തയ്ക്ക് നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ അവസാന ഓവറിൽ വേണ്ടത് 29 റൺസ് ആയിരുന്നു. പക്ഷേ തൊട്ടു മുമ്പിലത്തെ ഓവറിൽ, അതായത് 19ാമത്തെ ഓവറിൽ 43 റൺസ് വേണമായിരുന്നു. അതിന്റെ അവസാന പന്ത് 4 അടിച്ചു, 5ാമത്തെ പന്ത് 6 അടിച്ചു. അങ്ങനെ അവസാന ഓവറിലെത്തിയപ്പോൾ 29 റൺസ് 6 പന്തിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ആദ്യ പന്ത് ഉമേഷ് യാദവ് സിംഗിന്റെ അടുത്ത് സ്ട്രൈക്ക് മാറി. പിന്നെ കണ്ടതെല്ലാം അവിശ്വസനീയ കാഴ്ചയാണ്.
തുടർച്ചയായി 5 സിക്സുകൾ. അത് ഒരുപക്ഷെ നമ്മൾ 2020 ക്രിക്കറ്റിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും IPL കഴിഞ്ഞ വർഷം റിങ്കു സിംഗ് ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് അത് ഏറെക്കുറെ പ്രതീക്ഷിക്കാത്തതായിരുന്നു, അവിശ്വസനീയമായിരുന്നു എന്ന് തീർത്തും പറയാം. റിങ്കു സിംഗ് എന്നുള്ള ഒരു താരോദയത്തിന്റെ ദിനമായി കൂടി കാണണം. ഉത്തർപ്രദേശുകാരനാണ്, അലിഗഡുകാരൻ. പക്ഷെ ഏറ്റവും ദയനീയമായിട്ടുള്ള സംഭവം നേരെ ഓപ്പോസിറ്റ് ഗുജറാത്ത് ടൈറ്റൻസ് വേണ്ടി പന്തെറിഞ്ഞ യശ് ദയാലും അതേ ഉത്തർപ്രദേശുകാരനാണ്, സമപ്രായക്കാരാണ്, ഉത്തർപ്രദേശ് ടീമിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തായാലും മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്കോർ കാർഡിൽ 204 റൺസാണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യം ബാറ്റ് ചെയ്ത് നേടിയത്. മികച്ച സ്കോറിലേക്ക് അവർ എത്തിയപ്പോൾ കരുതി കാണില്ല ഇത്രമാത്രം ഒരു ഞെട്ടിക്കുന്ന തോൽവി ഉണ്ടാകുമെന്ന്. പ്രത്യേകിച്ചും വിജയ് ശങ്കറും സായ് സുദർശനും അർദ്ധ സെഞ്ചുറി നേടി, 3 വിക്കറ്റ് സുനിൽ നാരായൺ വീഴ്ത്തി. മാത്രമല്ല റാഷിദ് ഖാൻ 17ാമത്തെ ഓവറിൽ ഹാട്രിക് നേടി ഗുജറാത്തിന് വിജയം ഏറെക്കുറെ ഉറപ്പിച്ചെടുത്തെന്നാണ് റിങ്കു ഇത്രമാത്രം വലിയൊരു ജയം നേടിയത് എന്നുള്ളതും എടുത്തു പറയണം. റാഷിദ് ഖാൻ ഈ മത്സരത്തിൽ ഗുജറാത്തിന് വേണ്ടി ഹാട്രിക് നേടുകയും ചെയ്തു. വെങ്കടേഷ് അയ്യർ 83 റൺസ് എടുത്താണ് ടോപ്പ് സ്കോററായത്. റിങ്കു സിംഗ് അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ 21 പന്തിൽ 48 റൺസുമായി നോട്ട് ഔട്ട് ആയി നിന്നു. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 228 ആയിരുന്നു. ആര്യ എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിൽ ഇത് പൂർണ്ണമാകുന്നു. നമസ്കാരം.